121 സങ്കീർത്തനം 4-ാമത്തെ വചനമാണ് ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. 24 മണിക്കൂറും നീ ദൈവത്തിന്റെ കാവലിൽ ആണ് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. ഏതൊക്കെ തരത്തിലുള്ള പ്രതിബന്ധം മനുഷ്യ ജീവിതത്തെ വേട്ടയാടാൻ വന്നാലും പ്രാർത്ഥിക്കുന്നവന് 24 മണിക്കൂറും ദൈവത്തിന്റെ കാവലിലാണ്. അടുത്ത വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. യഹോവ നിന്റെ പരിപാലകൻ, അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. വേദപുസ്തകം പറയുകയാണ്, നീ ഉറങ്ങുമ്പോഴും എന്റെ ദൈവം ഉറങ്ങുന്നില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനെയും നിനക്ക് പേടിക്കാനില്ല. ആ സങ്കീർത്തനത്തിൽ രാത്രിയിലെ പ്രതിബന്ധം കാണിക്കുന്നു, പകലത്തെ പ്രതിബന്ധം കാണിക്കുന്നു. രാത്രിയിൽ പോരാട്ടങ്ങൾ ഉണ്ടായാലും പകൽ പോരാട്ടങ്ങൾ ഉണ്ടായാലും അത് നിന്നെ ബാധിക്കത്തില്ല. കാരണം നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഒരു ദൈവപൈതന്റെ അകത്തളങ്ങളിൽ തരുന്ന ധൈര്യവും ബലവും എന്താന്ന് ചോദിച്ചാൽ, അവൻ 24 മണിക്കൂറും ദൈവത്തിന്റെ കാവലിലാണ്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഒന്നും നിനക്കൊരിക്കലും ഒരു ദോഷവും ചെയ്യത്തില്ലെന്നാണ് വചനം ഉറപ്പു തരുന്നത്. കാരണം നീ ദൈവത്തിന്റെ കാവലിലാണ്. എത്രയെത്ര പ്രതിസന്ധികൾ കൊടുങ്കാറ്റ് പോലെ നിന്റെ ജീവിതത്തെ നിൽക്കുന്ന തലത്തിൽ നിന്ന് പിഴുതെറിയത്തക്കവണ്ണം ആഞ്ഞടിച്ചിട്ടും നീ എന്ന വൃക്ഷമൊന്ന് ഉലഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നീ മൂടോട് പറയാനോ നിലംബരി ചാകാനോ ദൈവം അനുവദിച്ചില്ല. കാരണം 24 മണിക്കൂറും നീ ദൈവത്തിന്റെ കാവലിലാണ്. നിന്നോട് പോരാടിയ പിശാചിന് പോലും ഇപ്പൊ മനസ്സിലായി, ഇനി അവനോട് പോരാടാൻ പറ്റത്തില്ല. കാരണം അവൻ ദൈവത്തിന്റെ കാവലിലാണ്. നാം ദൈവത്തിന്റെ കാവലിലാണ് എന്നുള്ള ഉറപ്പാണ് നമുക്ക് സ്തോത്രം ചെയ്യാനുള്ള വക ദൈവം ഒരുക്കി തരുന്നത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കാവലിന്റെ കീഴിലാണ് ഞങ്ങളെന്ന് ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവേ, രാത്രിയിലെ പ്രതിബന്ധത്തെയും പകലത്തെ പ്രതിബന്ധത്തെയും ഞങ്ങളുടെ ലൈഫിൽ തൊടാതെ വണ്ണം അവിടുത്തെ വിസ്താരമേറിയ ചിറകടി ഞങ്ങളെ പരിപാലിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥിച്ച് ദൈവകരത്തിലേക്ക് നിന്റെ മക്കളെ സമർപ്പിക്കും. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ കാവലിലാണ് നീ. സന്തോഷത്തോടെ ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.